ഇസ്ലാം ഒരു പ്രാക്ടിക്കൽ മതമാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിന് മുമ്പ് അത് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളെ തടയുകയാണ് ഇസ്ലാം ആദ്യം ചെയ്യുക. ഉദാഹരണത്തിന്, മോഷ്ടിക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് മോഷ്ടിക്കാനുള്ള സാഹചര്യത്തെ തടയുന്നതിന് സക്കാത്ത് എന്ന നിർബന്ധമായ ദാനധർമ്മം ഇസ്ലാം നടപ്പാക്കുകയാണ്. അതുമാത്രമല്ല, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മോഷണത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനും വേണ്ടി സദക്ക, ഹിബത്ത്, ഹദിയ അടക്കമുള്ള ഒരുപാട് സുന്നത്തായ ദാനധർമ്മങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് പുറമെ അള്ളാഹുവിന് മാത്രം നിർവഹിക്കുന്ന ഹജ്ജ്, ഉംറ, വിശുദ്ധ റമദാനിലെ നോമ്പ് അടക്കം ഒരു മനുഷ്യൻ ചെയ്യുന്ന സത്യത്തിൽ പോലും എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണേ, പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യണേ, അത് പരിഹാരമാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ സമ്പൂർണമായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടപ്പാക്കിയ ഒരു രാജ്യത്ത് പിന്നെയും ഒരാൾ മോഷണം നടത്തുകയാണെങ്കിൽ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ കൈ മുറിച്ചു മാറ്റാനും സമൂഹത്തിലുള്ള മറ്റ് ആളുകൾ ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പരസ്യമായി ഈ ശിക്ഷാവിധി നടപ്പിലാക്കാനും ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു വസ്തുത വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ആൾക്ക് ഒരിക്കലും ഇസ്ലാമിന്റെ ശിക്ഷാവിധികൾ പ്രാകൃതമാണെന്നോ ക്രൂരമാണെന്നോ പറയാൻ കഴിയില്ല. അതേസമയം തെറ്റുകളിലേക്ക് മനുഷ്യനെ ആകർഷിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്തിന്റെ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കണ്ട് ഇസ്ലാമിന്റെ ശിക്ഷാവിധിയെ പ്രാകൃതം എന്ന് വിളിക്കുന്നെങ്കിൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല.